പൗരത്വ നിയമം ആ ആ 1949 ഓഗസ്റ്റ് മാസം 11 തീയതിയാണ് ഭരണഘടന നിർമ്മാണ അതെ. സഭയിൽ ചർച്ചയ്ക്ക് വരുന്നത്. അതെ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 വോളിയം, അതെ അതായത് കരട് ഭരണഘടന. ആ. അതില് 5 മുതൽ 6 വരെയുള്ള അനുച്ഛേദങ്ങളാണ്. അതെ അതില് ഭൂപേന്ദ്ര സിംഗ് മാന്, അതേപോലെ ടി കൃഷ്ണാചാരി, അതെ അതുപോലെ നസറുദ്ദീൻ അഹമ്മദ് ആ. എന്ന് പറയുന്ന ആൾക്കാർ സജീവമായ ചർച്ചയിൽ പങ്കെടുത്തു. അതെ ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് ഇവരെല്ലാം തന്നെ. അതെ അപ്പൊ അവിടെ തീരുമാനം വന്നപ്പോൾ അഫ്ഗാനിസ്ഥാന്, അതേപോലെ മറ്റ് ഇറാന്, ഇവിടെ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നടന്നു. അതെ അവസാനം മതം എന്നുള്ളത് ഇതിനകത്ത് പാടില്ല എന്ന് വളരെ കൃത്യമായി അതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വെച്ച് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലൂടെയാണ് ഈ തീരുമാനം ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഇത് വന്നത്. അതായത് അന്നും ഇന്നും കോൺഗ്രസിന് പൗരത്വത്തെ നിശ്ചയിക്കുന്നതിൽ മതം മാനദണ്ഡമാവാൻ പാടില്ല എന്ന നിലപാടാണ് നിലപാടാണ്. Correct. Okay. പിന്നെ CPM-ന്റെ ഒക്കെ നിലപാടെന്ന് പറയുന്നത് അത് രാഷ്ട്രീയം മാത്രമാണ്. കാരണം അവർക്ക് ഈ ഭരണഘടനയുമായിട്ടോ ഭരണഘടനാ ചർച്ചയുമായിട്ടോ യാതൊരു ബന്ധമില്ല. BJPക്കും അത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് മെമ്പർ ഉണ്ടായിരുന്നു, ഒരാളായിരുന്നു. ചർച്ചകളിലെങ്ങും അവരാരെയും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കിവിടെ ഇനി അമൃത എന്ന് പറഞ്ഞൊരു കലാകാരി ഉണ്ടെന്ന് കേട്ടു. ആരാണ് അമൃത? ഇതാണ് അമൃത. എന്താണ് അമൃത? ചിരാഗും അമൃതും ഈ നാടിന്റെ ശബ്ദമാണ്, നമ്മുടെ രശ്മിയും വീണയൊക്കെ പോലെ തന്നെ. എന്ത് ചെയ്യുന്നു ചിരാഗ്? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ജോലി? ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ. ഇൻഷുറൻസ് കമ്പനിയിൽ. ഇൻഷുർഡ് ആണോ? അതെ. നാട്ടുകാരൊക്കെ ഇൻഷുറൻസ് കൊടുത്തോ? നിങ്ങൾ ഇൻഷുറൻസ് സംസാരിക്കുന്ന സമയത്ത് പൊതുവേ നിങ്ങൾ പൊതുവേ വാചാലരാണ് എന്ന് പറയാറുണ്ട്, നമ്മളെയൊക്കെ പോലെ അല്ലേ? പെട്ടെന്ന് പോയി പരിചയപ്പെടും, അപരിചിതരായ ആൾക്കാരുടെ അടുത്തൊക്കെ പരിചയപ്പെടും. അതെ, അങ്ങനല്ല, ഞാൻ കുറച്ച് പൊതുവെ കുറച്ചുകൂടെ ഇൻട്രോവേർട്ട് ആണ്. അത്യാവശ്യം പാട്ടുപാടിയായിരിക്കും ആളെ കയ്യിലെടുക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അമൃത എന്ത് ചെയ്യുന്നു? 10th കഴിഞ്ഞു. അപ്പൊ വെക്കേഷൻ ആണ്. ഇനി +1 ഏതായിരിക്കും എടുക്കുക? സയൻസ് ആയിരിക്കും. എന്താണ് ആഗ്രഹം? ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. പാട്ട് പാടുന്ന ഡോക്ടർ. കൊള്ളാം. അപ്പൊ നമുക്ക് അമൃതയുടെ ഒരു പാട്ട് കേൾക്കാം. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ. ഇങ്ങനെ വിളിച്ചാൽ കൃഷ്ണനിക്ക് ഇറങ്ങി പോരും അല്ലേ? അപ്പം ചിരാഗ്, ഞാൻ തിലങ്ക് രാഗത്തില് ഒരു ഭജനാണ് പാടുന്നത്. ഭജ ഭജ മനസ രാഘവേന്ദ്രം, ഭജ ഭജ മനസ രാഘവേന്ദ്രം, ഗുരു രാഘവേന്ദ്രം യതി രാഘവേന്ദ്രം, ഭജ ഭജ മനസ രാഘവേന്ദ്രം, ഗുരു രാഘവേന്ദ്രം യതി രാഘവേന്ദ്രം, ഭജ ഭജ മനസ. തുംഗാ നദീതീരം പുണ്യസ്ഥലവാസം, തുംഗാ നദീതീരം പുണ്യസ്ഥലവാസം, മന്ത്രാലയക്ഷേത്രം വൃന്ദാവനവാസം, മന്ത്രാലയക്ഷേത്രം വൃന്ദാവനവാസം, ഭജ ഭജ മനസ. ഗംഭീരം ഗംഭീരം. നോക്കൂ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പന്തളത്ത് വന്ന് നിങ്ങൾ ഒരു മനുഷ്യനെ തൊട്ടാൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും. ഒന്നുകിൽ കലയുണ്ടാവും, ഇല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവും, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക സേവന തൽപരമായ മനസ്സുണ്ടാവും.